ഈ മഴക്കാലത്ത് ഒരുപാട് പനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു? അന്തരീക്ഷത്തിലുള്ള തണുപ്പും ഈർപ്പവും കാരണം വൈറസുകൾക്ക് കൂടുതൽ സമയം അന്തരീക്ഷത്തിൽ നിൽക്കാൻ സാധിക്കുന്നു. സൂര്യപ്രകാശം കുറവാണ്. നമുക്കറിയാം, സൂര്യപ്രകാശത്തിന് ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് ഉണ്ട്. ഇതെല്ലാം വൈറസിനെ കൊല്ലുന്നതാണ്. അതിൻ്റെ അഭാവം കാരണം അന്തരീക്ഷത്തിൽ കൂടുതൽ നേരം ഈ വൈറസുകൾ നിൽക്കാം. മൂന്നാമതായി, സോഷ്യൽ ഡിസ്റ്റൻസിങ് അറിഞ്ഞോ അറിയാതെയോ കുറഞ്ഞു തുടങ്ങും. ഒരു മഴ പെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കും, ഒരു ബസ് സ്റ്റോപ്പിലാവട്ടെ മറ്റ് സ്ഥലങ്ങളിലാവട്ടെ. അപ്പോൾ ആ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കുറവ് കാരണവും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖം പടരാം. കൊതുകുകളും അതുപോലെ ചെളികളും നമ്മളുടെ സാനിറ്റൈസേഷനും ഇതെല്ലാം തന്നെ മഴക്കാല രോഗത്തിൻ്റെ ഒരു തീവ്രതയ്ക്ക് കാരണമാണ്. എല്ലാ വൈറൽ പനിയും ഒരൊറ്റ ബ്രാക്കറ്റിൽ പെടുമോ? ഇല്ല. നമ്മൾ സാധാരണമായി വൈറൽ പനി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജലദോഷപ്പനികളാണ്. ആ വിഭാഗത്തിൽ പെടും നമ്മുടെ ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ എന്ന് സാധാരണയായി നമ്മൾ പറയുന്ന നമ്മളുടെ കൊറോണയും റൈനോ വൈറസും തത്തുല്യമായ ബാക്കി വൈറസുകളും എല്ലാം തന്നെ ഈ ജലദോഷപ്പനി വിഭാഗത്തിൽ പെടുന്ന വൈറൽ പനിയിൽ വരുന്നതാണ്. വെക്ടർ ബോൺ ഡിസീസ് അഥവാ കൊതുക് തുടങ്ങിയ വെക്ടേഴ്സ് പടർത്തുന്ന വൈറൽ പനികളുമുണ്ട്. അതിൽ പ്രധാനിയാണ് നമ്മളുടെ ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ ജ്വരം തുടങ്ങിയ വൈറൽ എൻസെഫലൈറ്റിസുകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഫ്ലൂ അഥവാ ഇൻഫ്ലുവൻസ എന്നുള്ള പനിയെക്കുറിച്ച് പരിശോധിക്കാം. നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കുറയുന്നുവോ, പനിയുള്ള വേറൊരാളുമായി ഇടപഴകുന്നുവോ, അപ്പോഴെല്ലാം അയാളുടെ തുപ്പൽ വഴിയും അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് വഴിയും നമ്മളിലേക്ക് ഈ വൈറസ് പടരാം. രോഗബാധിതരുമായി അടുത്തുള്ള സമ്പർക്കം ഒഴിവാക്കുക. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മൂടുക. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കാനും അവസരം കിട്ടുന്നുവോ അപ്പോഴൊക്കെ അത് ചെയ്യുക. ഹോസ്പിറ്റലുകളോ മറ്റു പൊതു ഇടങ്ങളോ സന്ദർശിക്കുമ്പോൾ മാസ്ക് ധരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ പനിയുള്ളവരും ബാക്കിയുള്ളവരും മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും. സൂര്യപ്രകാശം ഉള്ള സമയങ്ങളുണ്ടോ ആ സമയത്ത് നമ്മൾ ജനാലകൾ തുറന്ന് വായുസഞ്ചാരം ഉറപ്പാക്കുക. പ്രായമായവർ ഡോക്ടറോട് ചോദിച്ച് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ ഷോട്ട് എടുക്കുവാൻ ഉറപ്പായും ഓർക്കുക. രാവിലെ കടിക്കുന്ന ഏഡസ് മൊസ്കിറ്റോ പരത്തുന്ന ഒരസുഖമാണ് ഡെങ്കിപ്പനി. നമ്മളുടെ വീട് പരിസരങ്ങളിലുള്ള ചെറിയ ചെറിയ പൊട്ടിയ കുപ്പികളിലും ചിരട്ടകളിലും നമ്മളുടെ ചെറിയ ചെടികളിലുമൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്നിടത്ത് ഈ കൊതുക് മുട്ടയിട്ട് പെരുകുകയും ഏഡസ് മൊസ്കിറ്റോയുടെ അളവ് ഗണ്യമായി കൂടുകയും അതിനാൽ വളരെയധികം കൂടുന്നതുമായിട്ടുള്ള ഒരു പനിയാണ് ഡെങ്കിപ്പനി. തലവേദന, ഛർദി, ദേഹം വേദന, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക, ചിലവർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് വരിക, ഇങ്ങനെയെല്ലാം ചെറിയൊരു പനി മുതൽ വളരെ കടുത്തതായി പനി വന്ന് ICUയിൽ വരെ അഡ്മിറ്റ് ആവേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ വരാവുന്ന ഒരു സാഹചര്യമാണ് ഡെങ്കിപ്പനിയിൽ കണ്ടുവരുന്നത്. ആ സാഹചര്യങ്ങൾ നമ്മൾ വളരെയധികം കുറയ്ക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾക്ക് ഡ്രൈ ഡേ ആചരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ വീടിൻ്റെ ചുറ്റും കെട്ടിക്കിടക്കുന്ന ചെറിയ ചെറിയ ജലസ്രോതസ്സുകൾ നമ്മൾക്ക് ആക്റ്റീവായി കമഴ്ത്തിക്കളയാം. രാവിലെയാണ് കൊതുക് കൂടുതലായി കടിക്കുന്നതെങ്കിൽ കൂടിയും കൈകാലുകൾ മൂടുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൊസ്കിറ്റോ റിപ്പല്ലൻ്റ്, അതുപോലെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് നെറ്റടിക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കൊതുക് കയറാതിരിക്കുന്ന രീതിയിൽ. ജലദോഷപ്പനിയിൽ മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചുമ തുടങ്ങിയ സിംറ്റംസ് ആണ് പ്രിഡോമിനൻ്റ്ലി കാണുന്നത്. എന്നാൽ ഡെങ്കിപ്പനിയിൽ അങ്ങനത്തെ സിംറ്റംസ് ഒന്നും സാധാരണയായി കാണാറില്ല. അതിനു പകരം തലവേദനയും ശരീരവേദനയും വയറുവേദനയും സന്ധിവേദനയും കടുത്തതായിട്ടുള്ള പനിയും തുടങ്ങിയതാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. കൊതുകടി മുഖാന്തരം പടരുന്ന വേറെ ഒരു അസുഖമാണ് ജപ്പാൻ ജ്വരം, അതുപോലെ തന്നെ വെസ്റ്റ് നൈൽ ജ്വരം. ഡെങ്കു ഉണ്ടാക്കുന്ന കൊതുകായിട്ടുള്ള ഏഡസ് മൊസ്കിറ്റോ അല്ല, മറിച്ച് ക്യൂലക്സ് എന്ന് പറയുന്ന ഒരു കൊതുകുകളാണ് പർട്ടിക്കുലർ ജ്വരം ഉണ്ടാക്കുന്നത്. യൂഷ്വലി അത് കേരളത്തിന് എല്ലായിടത്തും ഇത് ബാധകമല്ല, മറിച്ച് കൃഷിപ്പാടങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആ ഒരു മേഖലയിലാണ് ഈ ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ ജ്വരം തുടങ്ങിയവ കണ്ടുവരുന്നത്. അതിൽ വെസ്റ്റ് നൈൽ ജ്വരത്തിന് നമ്മൾക്ക് പ്രിവെൻഷനായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കൊതുക് കടി ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജപ്പാൻ ജ്വരത്തിന് നമ്മൾക്ക് വാക്സിൻ അവൈലബിൾ ആണ്. ജപ്പാൻ ജ്വരം അഥവാ വെസ്റ്റ് നൈൽ ജ്വരത്തിന്റെ സിംറ്റംസ് സാധാരണ പനികളിൽ നിന്ന് വളരെ കടുത്തതായിരിക്കും. കടുത്ത തലവേദന, പനി, ഛർദിൽ, ഓർമ്മക്കുറവ്, ബോധക്കുറവ്, ബോധക്ഷയം, ജ്വരം, കടുത്തതായിട്ടുള്ള സിംറ്റംസ് ആണ് യൂഷ്വലി കണ്ടുവരുന്നത്. മൺസൂൺ ഫീവറുകളിൽ മറ്റൊരു പ്രധാനിയാണ് എലിപ്പനി. ചെളിവെള്ളത്തിൽ ചവിട്ടുന്നു. ആ സമയത്ത് നമുക്ക് എലിപ്പനി പടരാനുള്ള ഒരു സാഹചര്യമുണ്ട്.
എലികൾ മൂത്രമൊഴിക്കുകയും ഇതുപോലെയുള്ള ചെളിവെള്ളത്തിൽ ആ മൂത്രം പടരുകയും മൂത്രത്തിൽ ഒരു ലെപ്റ്റോസ്പൈറ എന്നുള്ള ഒരു അണു ഉണ്ടാവുകയും ആ അണു പെറ്റുവരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ അറിയാതെയെങ്കിലും ആ ചെളിവെള്ളത്തിൽ ചവിട്ടുമ്പോൾ എസ്പെഷ്യലി നമ്മളുടെ കാലിൽ ചെറുതായിട്ടുള്ള വ്രണങ്ങളോ ത്വക്കിൽ പൊട്ടലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലെപ്റ്റോസ്പൈറ എന്നുള്ള അണു അതുവഴി നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുകയും അത് നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾക്ക് എലിപ്പനി എന്നുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് കടുത്തായിട്ടുള്ള തലവേദന, ശരീരവേദന, സന്ധിവേദന, വിട്ടുമാറാത്ത പനി, പരിശോധനകളിൽ പക്ഷേ കിഡ്നിയെയും ലിവറിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പനികളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടത് വളരെ ഉചിതമാണ്. ഒരു 48 മണിക്കൂർ വരെ പനി വന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതിനപ്പുറത്തേക്കും പനി വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു വൈദ്യസഹായം തേടുക. അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഉടനെ തന്നെ അത് എടുക്കുന്നത് മുഖാന്തരം രോഗാവസ്ഥയുടെ കാഠിന്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ചെളിവെള്ളത്തിൽ ചവിട്ടിയെ നമ്മൾക്ക് ജോലിസ്ഥലങ്ങളിലേക്കോ ജീവിത സാഹചര്യങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഡോക്ടറോട് പറഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് ഡോക്ടറോട് ചോദിച്ച് മേടിച്ച് കഴിക്കാവുന്നതാണ്. ഇത് എലിപ്പനി വരാതിരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരുപാട് പനികളുള്ള ഈ മൺസൂൺ സീസണിൽ കടുത്ത രോഗലക്ഷണങ്ങളുള്ള ഏത് പനി വന്നാലും ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതുണ്ട്. വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും എന്തുതരം പനിയാണ് എന്ന് കൃത്യമായി നിർണയിക്കുകയും ചെയ്യുകയും അതിനനുസരിച്ചുള്ള മരുന്ന് തരികയും ചെയ്യും. ഈ മരുന്ന്, ഈ വൈദ്യസഹായം തേടുന്നത് വഴി നമ്മളുടെ രോഗം കഠിനമായ അവസ്ഥയിലേക്ക് പോവാതിരിക്കാനും ഏർലി തന്നെ ക്യൂർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.